എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ശിവഗിരി തീർത്ഥാടനത്തിന് പോവാണ്. അപ്പോൾ ആ കാഴ്ചകളിലേക്കൊക്കെ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ശ്രീനാരായണ ഗുരുദേവന്റെ ദർശനങ്ങളെ കുറിച്ച് പഠിക്കുക, പ്രചരിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ശിവഗിരി തീർത്ഥാടനം നടക്കുന്നത്. നമ്മളിവിടെ നിന്ന് പുതുപ്പള്ളിയിൽ നിന്ന് ബസ്സിൽ കയറി പുതുപ്പള്ളിയിൽ നിന്ന് ബസ് എടുക്കുകയാണ്. നമ്മളിവിടെ നിന്ന് നേരെ വർക്കല ശിവഗിരിയിലേക്ക് പോവുകയാണ്. 93ാമത് ശിവഗിരി തീർത്ഥാടനമാണ് ഇപ്പോൾ നടക്കുന്നത്. ശ്രീനാരായണ ഗുരുദേവന്റെ പാദസ്പർശമേറ്റ വർക്കല ശിവഗിരിക്ക് നടക്കുന്ന പുണ്യയാത്രയാണ് ശിവഗിരി തീർത്ഥാടനം. ഈ പ്രമോദേട്ടനാണ് നമ്മുടെ വണ്ടി ഓടിക്കുന്നത്. പ്രമോദേട്ടന് 2 മക്കളും ഒക്കെ ഉണ്ട് നമ്മുടെ കൂടെ. ഇപ്പോൾ പുതുപ്പള്ളി പള്ളി കഴിഞ്ഞ് അങ്ങോട്ട് പോവുകയാണ്. ശിവഗിരി തീർത്ഥാടനത്തെ കുറിച്ച് പ്രധാനമായ കാര്യങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ 1932 ആദ്യമായി ശിവഗിരി തീർത്ഥാടനം നടക്കുന്നത്. ശ്രീനാരായണ ഗുരുദേവൻ നേരിട്ട് അനുമതി നൽകിയതാണ് ഈ ശിവഗിരി തീർത്ഥാടനം. ഡിസംബർ മാസത്തിലെ 30, 31, ജനുവരി 1 തീയതികളിലാണ് ശിവഗിരി തീർത്ഥാടനം പ്രധാനമായും നടക്കുന്നത്. കോട്ടയം നാഗമ്പടത്തെ മഹാദേവ ക്ഷേത്രത്തിലെ തേന്മാവിൻ ചുവട്ടിൽ വെച്ചാണ് ശ്രീനാരായണ ഗുരുദേവൻ ആദ്യമായി ശിവഗിരി തീർത്ഥാടനത്തിന് അനുമതി നൽകിയത്. ജാതിപത ഭേദമന്യേ മനുഷ്യർക്ക് ഒന്നാകാനുള്ള സന്ദേശമാണ് ശിവഗിരി തീർത്ഥാടനം കൊണ്ട് പങ്കുവയ്ക്കുന്നത്. നമ്മളിപ്പോൾ വർക്കല ശിവഗിരിയിൽ എത്തിയിരിക്കുകയാണ്. സൈഡിൽ കിടക്കുന്ന ഇഷ്ടംപോലെ വണ്ടികൾ കാണാം. നല്ല തേക്കാണെന്ന് തോന്നുന്നു. ഒരുപാട് വണ്ടികളൊക്കെ ഉണ്ട്. ലക്ഷക്കണക്കിന് തീർത്ഥാടകരാണ് ഈ ശിവഗിരി തീർത്ഥാടനത്തിന് എത്തുന്നത്. ഡിസംബർ 30, 31, ജനുവരി 1 ഈ ദിവസങ്ങളിലാണ് പ്രധാനമായും ശിവഗിരി തീർത്ഥാടനം നടക്കുന്നത്. നമ്മളിവിടെ ഒന്ന് വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് എല്ലാവരും ഇറങ്ങാൻ തുടങ്ങി വണ്ടിയിൽ നിന്ന്. ഡിസംബർ മാസം ആയതുകൊണ്ട് നല്ല തണുപ്പൊക്കെയാണ് വെളിയിൽ. പകുതി പേരും വണ്ടിക്കകത്തൊന്നും ഇറങ്ങിയിട്ടൊന്നുമില്ല, തണുപ്പായതുകൊണ്ട്. നമ്മൾ ഫുഡൊക്കെ ഉണ്ടാക്കി ആണ് പോണത്, കടയിൽ നിന്ന് കഴിക്കുകയൊന്നുമല്ല. അപ്പോൾ ഇവർ കഞ്ഞിയൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് വന്നിട്ടുണ്ട്. രാവിലെ കഞ്ഞിയും കപ്പയാണ്. കഞ്ഞി മാത്രം ഇവരുണ്ടാക്കിക്കൊണ്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ കഞ്ഞി ചെറുന്ന ചെമ്പ് വണ്ടിക്കകത്തുനിന്ന് ഇറക്കുകയാണ്. എല്ലാവരും കൂടിയാണ് കഞ്ഞിയും കറിയൊക്കെ ഉണ്ടാക്കുന്നത്. ബസ്സിൻ്റെ ഡിക്കിക്കകത്ത് തന്നെയാണ് സാധനങ്ങളൊക്കെ വെച്ചിരിക്കുന്നത്. ഇതിനകത്ത് കണ്ട ബാറിൻ്റെ അകത്ത് വെള്ളമൊക്കെയാണ്. ഗ്യാസ് ഊറ്റി സിലിണ്ടറും ഒക്കെ ഉണ്ട്. ഇതെല്ലാം ഇറക്കി താഴോട്ട് വെക്കുകയാണ്. ഇതിനകത്ത് അച്ചാറൊക്കെ വെക്കാൻ ഉള്ള സ്പേസ് ഉണ്ട്. മറിഞ്ഞു പോകാത്ത രീതിയിൽ അച്ചാറൊക്കെ വെക്കാവുന്ന അച്ചാറും പുളിശ്ശേരി വെച്ചിരിക്കുന്നുണ്ട്. നമ്മുടെ കൂട്ടുകാരൊക്കെയാണ് അശ്വിൻ സഞ്ജയ് പണിക്കർ, വിഷ്ണു ശാന്തി, സൈത്ത്, അനന്തു എല്ലാവരും ഉണ്ട്. ഈ ട്രിപ്പ് യാത്ര ഓർഗനൈസ് ചെയ്ത ആളാണ് അവിടെ. ഒരുപാട് വണ്ടിയൊക്കെ കിടപ്പുണ്ട് ഇവിടെ. പകുതി പേര് ഫുഡൊക്കെ ഉണ്ടാക്കുവാണ് അവിടെ. ഈ വണ്ടിയുടെ പുറയിലൊക്കെ ആൾക്കാരൊക്കെ ഉണ്ടാക്കുന്നൊക്കെ ഉണ്ട്, ഫുഡ് ഉണ്ടാക്കുന്നൊക്കെ ഉണ്ട്. നമ്മളെന്താ ഇവിടെ പാചകത്തിനുള്ള തയ്യാറെടുപ്പ് തുടങ്ങി. അനിൽ സാർ കട്ടൻ കാപ്പി വെക്കാൻ വേണ്ടി വെള്ളം എടുക്കുകയാണ്. രാവിലെ കപ്പയും കഞ്ഞിയും അച്ചാറും ഒക്കെയാണ്. അപ്പോൾ കപ്പയൊക്കെ ഇവിടെ പുളിക്കാൻ തുടങ്ങി. കപ്പ വേവിക്കാൻ വേണ്ടി പുളിക്കാനൊക്കെ തുടങ്ങി. പാചകത്തിൻ്റെ മെയിൻ അതാണ് കാണിക്കുന്നത്. മെയിൻ കുക്കാണ് അഭിച്ചേട്ടൻ. കാപ്പിക്ക് വെള്ളം വെച്ചൊക്കെ തിളച്ച് പൊടിയൊക്കെ ഇട്ടാൻ തുടങ്ങി. ഒരു സൈഡിൽ കാപ്പി എന്നിട്ടൊന്ന്, ഒരു സൈഡിൽ കപ്പ പൊളിക്കുന്നു. ഇവിടെ കപ്പയൊക്കെ കൊത്താനൊക്കെ തുടങ്ങി. എന്തുവാണ് കാപ്പി ഉണ്ടാക്കുന്നത്? അല്ലിയായിട്ട് നോക്കി നിൽക്കുന്നു. ബാക്കിയുള്ളവരും വണ്ടിക്കകത്തുനിന്നൊക്കെ ഇറങ്ങി എല്ലാവരും കാപ്പിയൊക്കെ കുടിക്കുകയാണ്. നേരമൊക്കെ വെളുത്ത് നമ്മളത് അമ്പലത്തിലേക്ക് കയറാൻ പോവുകയാണ്. നമ്മളിത് അകത്ത് വന്ന് ശാരദാ മഠത്തിലേക്ക് കയറാൻ പോവുകയാണ്. ഇവിടെ പ്രഭാഷണമൊക്കെ നടക്കുന്ന ഹോളാണിത്. എല്ലാ ദിവസവും പ്രഭാഷണമൊക്കെ ഉണ്ട്. നമ്മളിന്ന് നേരെ ശാരദാ മഠത്തിലേക്ക് കയറുകയാണ്. ശ്രീനാരായണ ഗുരുദേവൻ വർക്കല ശിവഗിരിയിൽ പ്രതിഷ്ഠിച്ച വിദ്യയുടെയും അറിവിൻ്റെയും ദേവതയാണ് ശാരദാദേവി. 1912 ഈ ക്ഷേത്രം പ്രതിഷ്ഠിക്കപ്പെട്ടത്. ഭാരതത്തിലെ തന്നെ ഏറ്റവും വിപ്ലവകരമായ ക്ഷേത്ര സങ്കല്പങ്ങളിൽ ഒന്നാണ് ശിവഗിരിയിലെ ശാരദാ മഠം.
ശാരദാമഠം വിദ്യാരംഭത്തിന് പവിത്രമായ ഇടം കൂടിയാണ്. മരുത്വാമലയിൽ കഠിനതപം ഹിംസമൃഗങ്ങൾ കൂട്ടായി ആത്മമഹാപ്രഭനായി ദേവൻ. ശിവഗിരി വരുമ്പോൾ ശ്രീനാരായണ ഗുരുദേവൻ ഉപയോഗിച്ചിരുന്ന കട്ടിലും കസേരയൊക്കെ ഇവിടെയാണുള്ളത്. ഗുരുദേവൻ വിശ്രമിച്ചിരുന്ന സ്ഥലം കൂടിയാണിത്. ശ്രീനാരായണ ഗുരുദേവൻ ഉപയോഗിച്ചിരുന്ന റിക്ഷയാണിത്. ഗുരുവിന്റെ പ്രധാനപ്പെട്ട ശിഷ്യന്മാരിൽ ഒരാളായ ബോധാനന്ദ സ്വാമിയുടെ സമാധി മണ്ഡപമാണിത്. ഗുരുദേവൻ തന്റെ ഭൗതിക ശരീരം വെടിഞ്ഞ് സമാധി അടഞ്ഞ പുണ്യഭൂമിയിലേക്കാണ് ഇന്നും നമ്മൾ ചെല്ലുന്നത്. ശ്രീനാരായണ ഗുരുദേവൻ തന്റെ ഭൗതിക ശരീരം വെടിഞ്ഞ പുണ്യഭൂമിയാണ് വർക്കല ശിവഗിരിയിലെ സമാധി മണ്ഡപം. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നാണ്. തിരുവനന്തപുരം ജില്ലയിലെ വർക്കലയിലുള്ള ശിവഗിരി കുന്നിൻ മുകളിലാണ് ഈ മണ്ഡപം സ്ഥിതി ചെയ്യുന്നത്. മലയാള മാസം 1104 കന്നി 5-ന്, ഇംഗ്ലീഷ് മാസം 1928 സെപ്റ്റംബർ 20-നാണ് ഗുരുദേവൻ ഇവിടെ സമാധിയായത്. ജാതിമത ഭേദമന്യേ ലക്ഷക്കണക്കിന് ഭക്തരാണ് എല്ലാ വർഷവും ഇവിടെ ഗുരുവിന്റെ അനുഗ്രഹം തേടി ഇവിടെ എത്തുന്നത്. മനുഷ്യരാശിയുടെ ഉന്നമനത്തിനായി ഗുരു മുന്നോട്ട് വച്ച ആശയങ്ങൾ ലോക പ്രശസ്തമാണ്. എല്ലാ മനുഷ്യരിലും പ്രകാശിക്കുന്ന ഒരു ചൈതന്യമാണെന്നും അതിൽ മനുഷ്യർക്കിടയിൽ വിവേചനം പാടില്ലെന്നും ഗുരു നമ്മെ പഠിപ്പിച്ചു. ഗുരുദേവൻ ശിവഗിരി തീർത്ഥാടനത്തിന് അനുമതി നൽകിയപ്പോൾ അത് കേവലം ഒരു വഴിപാടായോ ചടങ്ങായിട്ടോ അല്ല വിഭാവനം ചെയ്തത്. മനുഷ്യന്റെ സമഗ്രമായ പുരോഗതി ലക്ഷ്യമിട്ട് 8 വിഷയങ്ങളെ അടിസ്ഥാനമാക്കിയാണ് തീർത്ഥാടനത്തിന് അനുമതി നൽകിയത്. തീർത്ഥാടനത്തിന്റെ 8 ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് വിദ്യാഭ്യാസം, ശുചിത്വം, ഭക്തി, സംഘടന, കൃഷി, കച്ചവടം, കൈത്തൊഴിൽ, സാങ്കേതിക പരിശീലനം എന്നിവയാണ്. നമ്മൾ ശിവഗിരിയിൽ നിന്നൊക്കെ ഇറങ്ങി ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് അടുത്ത ക്ഷേത്രത്തിലേക്ക് പോവുകയാണ്. എല്ലാവരും വണ്ടിയിലൊക്കെ കയറി വണ്ടി ഇവിടുന്ന് പുറപ്പെട്ട് പ്രമോദേട്ടനാണ് വണ്ടി ഓടിക്കുന്നത്. ഇന്നോവ, ഞങ്ങൾ ഇന്നോവയെന്ന് വിളിക്കും. അശ്വിൻ സഞ്ജയ് പണിക്കർ. ഇത് പ്രമോദേട്ടൻ്റെ ഇളയ ചെറുക്കനാണ്. അനന്ത് പണിക്കുന്നു. സലിച്ചേട്ടൻ, പ്രമോദേട്ടൻ്റെ ഭാര്യ, നമ്മുടെ കൂടെയുള്ള എല്ലാവരും ഉണ്ട്. അല്ലേട്ടനുണ്ട്. നമ്മൾ പോണ വണ്ടിയാണ് ഹന്ന ഹോളിഡേയ്സ് എന്ന് പറഞ്ഞ് ഉള്ള വണ്ടിയിലാണ് നമ്മൾ പോണത്. എന്തായാലും നമ്മുടെ തിരുവനന്തപുരത്തിൻ്റെ ഹൃദയഭാഗത്തുകൂടിയാണ് പോകുന്നത്. ശിവഗിരി തീർത്ഥാടനത്തിൻ്റെ ബാക്കി കാഴ്ചകളുമായി നമുക്ക് അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം.